അങ്ങനെ വഴറ്റി വെച്ച സവാളക്കൂട്ടിലേക്ക് നമ്മൾ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇടാൻ പോകട്ടോ. ഇനി ഇതും നമുക്ക് നല്ല രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കും. നമ്മൾ എന്തായാലും വണ്ടിയെ പോയി മീറ്റ് മസാലയും ഗരം മസാലയും എല്ലാം മേടിച്ചിട്ടുണ്ട്. തക്കാളിയൊക്കെ ഇത്രയും വൃത്തിക്ക് അരിയുന്ന വേറെ ആരെയും ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. ഈ കാണുന്ന മുളക് പൊടിയും നമ്മൾ മേടിച്ച ഗരം മസാല എല്ലാം കൂടെ നമ്മൾ ഇപ്പോൾ തയ്യാറാക്കി വെച്ചേക്കുന്ന കൂട്ടിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതെല്ലാം ഇട്ട് ഇളക്കി കഴിഞ്ഞപ്പോൾ അവന്റെ അവസ്ഥ കണ്ടില്ല. ഇനി നമ്മളിട്ട മസാലയെല്ലാം ഒന്ന് പിടിക്കാനായിട്ട് ചെറിയ തീയിൽ ഇതെല്ലാം കൂടെ ഇട്ട് ഇളക്കുക കേട്ടോ. അതിന്റെ മണം അടിച്ചിട്ട് ഓടി വരുന്ന ഒരാളെ കണ്ടില്ലേ? ഓ അല്ലേ വേണ്ട പിന്നെ മസാലക്കൂട്ടെല്ലാം ഏകദേശം ഈ പരുവാകുമ്പോഴത്തേക്ക് നമ്മൾ അതിലേക്കുള്ള തക്കാളിയൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ. വീണ്ടും ഗുഡ് ക്യാച്ച്. 4 കിലോയോളം ഇറച്ചി നമ്മൾ ഇങ്ങനെ വേവിച്ച് വെച്ചിട്ടുണ്ട്. കുക്കറിലിട്ട് 4-5 വിസിലോളം വേവിച്ച് അതിന്റെ വെള്ളം കൂടിയാണ് നമ്മളിപ്പോഴുള്ള കൂട്ടിലേക്ക് ഒഴിക്കുക. ആ ഒഴിച്ച വെള്ളം നമ്മൾ നല്ല രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കുന്നു. അങ്ങനെ ഒരു 10-15 മിനിറ്റോളം ഇളക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് മണം അടിച്ച് വന്നേക്കുന്ന ആൾക്കാരെ കണ്ടില്ല. അങ്ങനെ നമ്മൾ ഇത്ര നേരം തയ്യാറാക്കിയ കൂട്ടെല്ലാം ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി വേണം നമ്മൾ വേവിച്ച് വെച്ച ഇറച്ചി ഇടാം. അങ്ങനെ നമ്മുടെ ചേട്ടന്മാരിലൂടെ ചേർന്ന് നമ്മുടെ ഇറച്ചിയെല്ലാം കൂടെ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു അരമണിക്കൂറത്തേക്ക് നമ്മൾ അടുക്കി പിടിക്കാതെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. അങ്ങനെ അത് അവിടെ ഇരുന്നൊന്ന് പാകമായിട്ടുണ്ട്. അങ്ങനെ നമ്മൾ എല്ലാവരും ചേർന്ന് ഉണ്ടാക്കിയ ഫുഡ് കഴിക്കാനുള്ള ആൾക്കാരുടെ തിരക്ക് കണ്ടില്ലേ? പക്ഷെ ഒരു കൂട്ടം യുവാക്കൾ ഇവിടെ നിന്ന് ഭയങ്കര വെടിവെപ്പാട്ടോ. അപ്പൊ അത്രയാണ് ഇന്നത്തെ വീഡിയോ. അപ്പൊ അടുത്തൊരു വീഡിയോ കാണാം.